യോऽന്തഃപ്രവിശ്യ മമ വാചമിമാം പ്രസുപ്താം സഞ്ജീവയത്യഖിലശക്തിധരസ്വധാമ്ന അന്യാംശ്ച ഹസ്തചരണശ്രവണദ്വഗാദീൻ പ്രാണാൻ നമോ ഭഗവതേ പുരുഷായ തുഭ്യം. ശ്രീ ഗുരുവായൂരപ്പ ശരണം. ശ്രീ ഗുരുഭ്യോ നമഃ. നാരായണീയം ദശകം 1 4ഉം 5ഉം ശ്ലോകങ്ങളിൽ നമുക്ക് പഠിക്കാം. ആദ്യം വായിച്ച അർത്ഥം പറയാം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചഃ ത്വൽക്കലാസേവ ഭൂമൻ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നർലീനാനേകമുക്താവലി. നർലീന അനേക എന്നാണ് പറയുന്നത്, കൂട്ടി വായിച്ചാൽ മതി. നർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. നിർമ്മല ബ്രഹ്മസിന്ധൗ നർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം. കല്ലോല ഉല്ലാസ കുട്ടി വായിക്കുമ്പം കല്ലോലോല്ലാസ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചഃ ത്വത്കലാസ്വേവ ഭൂമൻ ത്വത്കലാസ്വേവ ഭൂമൻ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചഃ ത്വൽക്കലാസ്വേവ ഭൂമൻ. നിഷ്കമ്പേ നിത്യപൂർണേ. നിഷ്കമ്പേ അനക്കമില്ലാത്തതും നിത്യപൂർണേ എന്നും പൂർണ്ണമായിരിക്കുന്നതും നിരവധി പരമാനന്ദ പീയൂഷരൂപേ. നിരവധി അവധിയില്ലാത്ത പരമാനന്ദ പീയൂഷത്തിൻ്റെ രൂപമുള്ളതും നിർലീനാനേകമുക്താവലി സുഭഗതമേ. നിർലീനാനേക നിർലീനമായ അനേകം മുക്താവലികളാൽ സുഭഗതമവും ആയ നിർമ്മല ബ്രഹ്മസിന്ധൗ. നിർമ്മലമായ നിർമ്മല ബ്രഹ്മരൂപമായ സിന്ധുവിൽ വിമലതരം സത്വം അത്യന്തം വിമലമായ സത്വത്തെ കല്ലോലോല്ലാസതുല്യം ആഹു ഖലു. കല്ലോലോല്ലാസതുല്യം കല്ലോലോല്ലാസതുല്യം എന്ന് ആഹു ഖലു അഭിജ്ഞന്മാർ പറയപ്പെടുന്നുവല്ലോ. തദാത്മാത്വം ആ രൂപത്തോടു കൂടിയ അവിടുന്ന് കസ്മാന്നോ നിഷ്കള എന്തുകൊണ്ട് നിഷ്കളനല്ല, അവിടുന്ന് നിഷ്കളൻ തന്നെ. ഹേ ഭൂമൻ അല്ലയോ ഗുരുവായൂരപ്പ, ഭൂമൻ ഭൂമാവായവനെ. സകല സകല ഇതി വച സകളൻ സകളൻ എന്ന വാക്ക് ത്വത് കലാസു ഏവ അങ്ങയുടെ കലകൾക്ക് മാത്രം ചേരുന്നതാണ്. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ
കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജത്വൽക്കലാസ്വേവ പൂമൻ. നമുക്കതിൻ്റെ അർത്ഥം വ്യാഖ്യാനം ഒന്ന് നോക്കാം. നിഷ്കമ്പേ നിത്യപൂർണേ. ഈ ശ്ലോകത്തിലെ ആദ്യത്തെ 4 പദങ്ങൾ നിർമ്മല ബ്രഹ്മസിന്ധു എന്നതിൻ്റെ വിശേഷണങ്ങളാണ് പറയുന്നത്. ബ്രഹ്മം എന്ന് പറയുന്നത് നിഷ്കളമാണ്, ഒരു തരത്തിലുള്ള ചലനവും ഇല്ലാത്തതാണ്. അത് ശാന്തമായതാണ്, പൂർണ്ണമായതാണ്. പ്രപഞ്ചം രൂപമായിട്ട് പ്രതിഭാസിക്കുമ്പോഴും ബ്രഹ്മമായി തന്നെ സ്ഥിതി ചെയ്യുന്നു. അളവില്ലാത്ത പരമാനന്ദമാകുന്ന പീയൂഷം തന്നെ രൂപം പൂണ്ടതാണ് ബ്രഹ്മം. നിർമ്മലമായ ബ്രഹ്മത്തിന് ഒരു തരത്തിലുള്ള അഴുക്കും ബാധിക്കുകയില്ല. ഇവിടെ ബ്രഹ്മത്തെ ഒരു സിന്ധുവായിട്ട് ഉപമിച്ചിരിക്കുകയാണ്. കടലിൽ ധാരാളം മുത്തുച്ചിപ്പികളും അവയ്ക്കുള്ളിൽ ധാരാളം മുത്തുകളും അനന്തകോടി രത്നങ്ങളുമൊക്കെ ആ കടൽ വെള്ളത്തിൽ ലയിച്ച് കിടക്കുന്നുണ്ട്. അതുപോലെ അനേകം ഭക്തന്മാരുടെ ഭഗവാന്റെ പാദസേവ ചെയ്ത് ഭഗവാനിൽ തന്നെ ലയിച്ച അനേകം ഭക്തന്മാർ അവിടുത്തെ ആശ്രയിച്ച് കഴിയുന്നു. അതായത് ഭഗവാനിൽ തന്നെ ലയിച്ച് ബ്രഹ്മസായുജ്യം ലഭിച്ച് കഴിയുന്നവരാണ് അവിടുത്തെ ഭക്തന്മാർ. അങ്ങനെ അനേകം ഭക്തന്മാരോട് കൂടിയതും നിർമ്മലമായ ബ്രഹ്മരൂപമായി സിന്ധുവിൻ്റെ തിരയടിക്ക് തുല്യമായതുമായ അവിടുത്തെ രൂപം സത്വഗുണമെന്ന് പറയപ്പെടുന്നു. ആ സത്വഗുണം സാക്ഷാത്തായിട്ട് ഗുരുവായൂർ അമ്പലത്തിലാണ് പ്രകാശിക്കുന്നത്. ഭഗവാന്റെ രൂപം നിർമ്മല ബ്രഹ്മസിന്ധുവിൽ നിന്ന് ഭിന്നമല്ല. അങ്ങനെ അനേകം ഗുണങ്ങളോട് കൂടിയ സ്വരൂപമായിട്ടുള്ള അവിടുന്ന് നിഷ്കളൻ തന്നെ. നിഷ്കളൻ എന്ന് പറഞ്ഞാൽ കലകളില്ലാത്തവൻ, പൂർണ്ണൻ എന്നൊക്കെയാണ് അർത്ഥം. സകളൻ എന്ന് പറഞ്ഞാൽ കലകളോട് കൂടിയവൻ. അതായത് ഭഗവാന്റെ മത്സ്യകൂർമ്മ വരാഹാദി അവതാരങ്ങൾ അതൊക്കെയാണ് സകളനായിട്ട് പറയുന്നത്. ഈ പ്രപഞ്ചത്തിൽ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം പൂർണ്ണനായിരിക്കുന്ന അവിടുത്തെ കലകളാണ്. ഈ കാണുന്നതെല്ലാം അവിടുത്തെ കലകളാണ്. അതായത് ബ്രഹ്മമായിട്ട് നിത്യപൂർണനായിട്ട് സ്ഥിതി ചെയ്യവേ തന്നെ പലതരത്തിലുള്ള ലോകങ്ങളായും ദേവാസുരാദികളായും മനുഷ്യരായും കോടിക്കണക്കിന് ജീവികളായും കാണുന്നത് അവിടുത്തെ അംശങ്ങൾ തന്നെ. അതുകൊണ്ടാണ് സകളൻ എന്ന് പറയുന്നത്. ക്ഷമിക്കണം, സകളൻ നിഷ്കളൻ എന്ന് പറയുന്നത്. അവിടത്തേക്ക് അസാധ്യമായിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഒന്നും തന്നെയില്ല. സകളനായിട്ടും നിഷ്കളനായിട്ടും കാണുന്നത് ഭഗവാൻ തന്നെയാണെന്നും ഗുരുവായൂരമ്പലത്തിലെ പ്രതിഷ്ഠയിൽ കുടികൊള്ളുന്ന ശ്രീകൃഷ്ണൻ വിഷ്ണുവിൻ്റെ എല്ലാ കലകളും ഉൾക്കൊള്ളുന്ന പൂർണ്ണാവതാരമാണ് എന്നും മറ്റുള്ള അവതാരങ്ങൾ അംശാവതാരമാണെന്നും ഒക്കെയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അംശാവതാരങ്ങൾ, മത്സ്യകൂർമ്മ വരാഹാദി അവതാരങ്ങളാണ് അംശാവതാരങ്ങൾ. ചുരുക്കി പറഞ്ഞാൽ കൃഷ്ണസ്തു ഭഗവാൻ സ്വയം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ. ചലനമില്ലാത്തതും നിത്യപൂർണമായതും അളവില്ലാത്ത പരമാനന്ദ പീയൂഷ സ്വരൂപമായതും നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ.
തന്നിൽ ലയിച്ചിരിക്കുന്ന അനേകം മുക്തന്മാരോട് കൂടിയതും ആയ പരിശുദ്ധമായ ബ്രഹ്മമെന്ന സമുദ്രത്തിലെ ഓളങ്ങളുടെ കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. അവിടുത്തെ പരിശുദ്ധമായ ബ്രഹ്മമെന്ന സമുദ്രത്തിലെ ഓളങ്ങളുടെ ഉല്ലാസം പോലെയാണ് അവിടുത്തെ അതിവിശുദ്ധമായ സത്വഗുണമെന്ന് പറയപ്പെടുന്നു. കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജത്വൽക്കലാസ്വേവ ഭൂമൻ. അവിടുന്ന് പ്രകാര സ്വരൂപമുള്ള കൃഷ്ണാവതാരമായ അവിടുന്ന് നിഷ്കളൻ തന്നെ. സകളൻ എന്ന വിശേഷം അങ്ങയുടെ കലകൾക്ക്, അതായത് പൂർണ്ണാവതാരമായ കൃഷ്ണനൊഴിച്ചുള്ള മത്സ്യക്കൂർമ്മ വരാഹാദികളായ അംശാവതാരങ്ങൾക്ക് ഉള്ളതാണ്. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താബലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. കസ്മാനോ നിഷ്കളസ്ത്വം സകള ഇതി വജത്വൽക്കലാസ്വേവ ഭൂമൻ. അടുത്ത 5-ാമത്തെ ശ്ലോകം നോക്കാം. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപിതമധിരോധായകം സത്വരൂപം സാ ത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. നിർവ്യാപാരോപി നിർവ്യാപാര അഭി കുട്ടി വായിക്കുമ്പോൾ നിർവ്യാപാരോപി നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം കുട്ടി വായിക്കുമ്പം യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി തേന ഏവ ഉദതി. അത് കൂട്ടി വായിക്കുമ്പോഴാണ് തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാദികാലേ. പ്രകൃതിർ അസതി കൂട്ടി വായിക്കുമ്പോൾ പ്രകൃതിരസതി കൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപിതം അധിരോധായകം തം അധിരോധായകം കൂട്ടി വായിക്കുമ്പോൾ തം അധിരോധായകം സത്വരൂപം സാ ത്വം ധൃത്വാ സത്വം എന്ന് കൂട്ടി വായിക്കരുത് അവിടെ. സാ ത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതി ലീനാ പ്രകൃതിരസതി കൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപിതമധിരോധായകം സത്വരൂപം സാ ത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. നമ്മൾ 1-ാമത്തെ ശ്ലോകത്തിൽ മഹാപുരുഷാർത്ഥമായിട്ട് സാക്ഷാത് ബ്രഹ്മതത്വമായിട്ട് ഗുരുവായൂരമ്പലത്തിൽ കാണുന്നു എന്ന് പറഞ്ഞു. ആ ബ്രഹ്മതത്വത്തെ വീണ്ടും ഉറപ്പിച്ച് പറയുകയാണ്. അർത്ഥം പറഞ്ഞിട്ട് പറയാം. അജ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനനം ഇല്ലാത്തത്, അജനായ ഭഗവാന് ജനനവും ഇല്ല മരണവും ഇല്ല, ഭഗവാൻ എപ്പോഴുമുണ്ട്, അതുകൊണ്ട് അജനാണ്. നിർവ്യാപാരഹ അഭി നിർവ്യാപാരഹ അഭി എന്ന് പറഞ്ഞാൽ അങ്ങ് നിർവ്യാപാരനാണെങ്കിലും നിഷ്കാരണം, കാരണം കൂടാതെ
ഈക്ഷണാഖ്യാം ക്രിയാം, ഈക്ഷണം എന്ന ക്രിയയെ ഭജസേ ഭജിക്കുന്നു. യത് ഏതെന്നുകൊണ്ട് തേനായേവ ആ ക്രിയ കൊണ്ട് തന്നെ ലീന ലീനയായതും അസതി കൽപ്പ അഭി ഇല്ലാത്തതിനു തുല്യമായതാണെങ്കിലും പ്രകൃതി ആ പ്രകൃതി കൽപ്പാദികാലേ ഉദേതി കൽപ്പാദികാലത്തിൽ ഉദിക്കുന്നു. സ്വമഹിമ വിഭവാകുണ്ഠ സ്വമഹിമ വിഭവാകുണ്ഠ സ്വന്തം ഐശ്വര്യത്തിൻ്റെ ശക്തി കൊണ്ട് അകുണ്ഠനായ അല്ലയോ വൈകുണ്ഠ. തസ്യ എന്ന് പറഞ്ഞാൽ ആ പ്രകൃതിയുടെ അതിരോധായകം സംശുദ്ധം കമപി സത്വരൂപം തിരോധായകമല്ലാത്തതും സംശുദ്ധവുമായ ഏതോ ഒരു സത്വരൂപം തം അംശം ആ അംശത്തെ ധൃത്വ ധരിച്ചിട്ട് സഹ ത്വം ആ അവിടുന്ന് നിർവ്യാപാരനായ അങ്ങ് രൂപം ദദാസി രൂപത്തെ ധരിക്കുന്നു. അപ്പോൾ മഹാപുരുഷാർത്ഥമായിട്ട് ഗുരുവായൂരമ്പലത്തിൽ തെളിഞ്ഞു വിളങ്ങുന്ന ആ ബ്രഹ്മതത്വത്തെക്കുറിച്ചാണ് ഇവിടെ വീണ്ടും പറയുന്നത്. ആ ബ്രഹ്മതത്വം അജനാണ്. ജനനം എന്ന് ഒന്നില്ലാത്തവൻ, അതായത് ജനിച്ചിട്ടുമില്ല നശിച്ചിട്ടുമില്ല, എപ്പോഴും നിഷ്കളനായി വർത്തിക്കുന്നു. നിഷ്കളനായ കൊണ്ട് രൂപമുണ്ടോ? രൂപവുമില്ല. അതാണ് ഒന്നാമത്തെ ശ്ലോകത്തിൽ തന്നെ തത്താവദ്ഭാതി സാക്ഷാത് ഗുരുഭവനപുരേ ഹന്തഭാഗ്യം ജനാനാം. തത്താവദ്ഭാതി അത് ഗുരുവായൂരമ്പലത്തിൽ കാണുന്നു എന്ന് പറഞ്ഞല്ലോ. രൂപമില്ലാത്തതിന് സാക്ഷാത്താകുവാനോ സ്വയം പ്രകാശിക്കുവാനോ സാധ്യമല്ല. ഭഗവാൻ ഈക്ഷണം ചെയ്യുന്നു. ഈക്ഷണം എന്ന ക്രിയ ചെയ്യുന്നുണ്ട്. പ്രകൃതിയെ ഒന്ന് നോക്കുക, ഈക്ഷണം. അപ്പോൾ തന്നെ പ്രപഞ്ച സൃഷ്ടി നടക്കുകയാണ്. കൽപ്പാദികാലത്തിൽ ബ്രഹ്മരൂപിയായ ഭഗവാൻ തന്നിൽ നിന്ന് വേറെയല്ലാത്ത പ്രകൃതിയെ നോക്കുമ്പോൾ പ്രകൃതി മായാരൂപത്തിൽ ഉദിക്കുന്നു. ഈ മായ എന്ന് പറയുന്നത് സത്വരജസ്തമോ ഗുണങ്ങളായിട്ട് രൂപം കൊള്ളും. അങ്ങനെ പുരുഷരൂപിയായ ബ്രഹ്മത്തിൻ്റെ ഈക്ഷണക്രിയയുടെ ഫലമായിട്ട് ഉണർന്നുയർന്ന സത്വഗുണപ്രധാനനായ അംശത്തെ ആശ്രയിച്ച് അജനായ ഭഗവാൻ സ്വീകരിച്ച രൂപം സ്വന്തം മഹിമയാൽ തന്നെ അഗുണ്ഠമാണ്. അഗുണ്ഠമായ രൂപത്തിന് തടസ്സമോ അപകർഷമോ ഒന്നും തന്നെ ബാധിക്കില്ല. അതുകൊണ്ടാണ് ആ രൂപം വൈകുണ്ഠമായിട്ട് ഭവിക്കുന്നത്. വൈകുണ്ഠം എന്ന ശബ്ദത്തിന് പലതരത്തിൽ ആചാര്യന്മാർ പറയാറുണ്ട്. വികുണ്ഠയുടെ മകനായിട്ട് ജനിച്ചത് കൊണ്ട് വൈകുണ്ഠൻ. വികുണ്ഠം എന്ന് പറഞ്ഞാൽ കുണ്ഠതയില്ലാത്തത്, ജ്ഞാനമാണ്. ജ്ഞാനരൂപി ആയതുകൊണ്ട് വൈകുണ്ഠൻ. ജീവജാലങ്ങളെ നിയന്ത്രിക്കുന്നവനാണ് വൈകുണ്ഠൻ. അജ്ഞാനത്തിനും കുണ്ഠതയ്ക്കും സ്ഥാനമില്ലാത്ത വൈകുണ്ഠത്തിൽ വസിക്കുന്നത് കൊണ്ട് വൈകുണ്ഠൻ. ഇങ്ങനെയൊക്കെ വൈകുണ്ഠ ശബ്ദത്തെ പറയുന്നുണ്ട്. വികുണ്ഠമായ വൈകുണ്ഠരൂപം സ്വീകരിച്ച് സത്വസ്വരൂപിയായ ഗുരുവായൂരപ്പൻ ബ്രഹ്മം തന്നെയെന്ന് ഇവിടെ ഉറപ്പിച്ചു പറയുകയാണ്. നിർവ്യാപാരോപി നിഷ്കാരണമജവജസേ യത്ക്രിയാമീക്ഷണാഖ്യാം. അല്ലയോ അജനായ ഭഗവാനെ, അവിടുന്ന് സ്വതേ നിർവ്യാപാരനാണെങ്കിലും കാരണമേതുമില്ലാത്ത ഈക്ഷണം എന്ന ക്രിയയെ കൈക്കൊള്ളുന്നു. തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാഭികൽപ്പാദികാലേ. അതിനാലാണ് ഇല്ലാത്തതെന്ന തോന്നലുണ്ടാക്കുന്നതാണെങ്കിലും അങ്ങയിൽ ലയിച്ചിരിക്കുന്നതായ പ്രകൃതി, അതായത് പ്രകൃതി എന്ന് പറഞ്ഞാൽ മായ, കൽപ്പാദികാലത്തിൽ ഉദിക്കുന്നത്. തസ്യാ സംശുദ്ധമംശം കമപിതമധിരോധായകം സത്വരൂപം. സ്വമഹിമയാൽ അഗുണ്ഠനായ അല്ലയോ വൈകുണ്ഠ,
സത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. സ്വമഹിമയാൽ അകുണ്ഠനായ അല്ലയോ വൈകുണ്ഠ. ആ മായയുടെ പ്രത്യക്ഷവും സംശുദ്ധവുമായ സത്വഗുണത്തെ സ്വീകരിച്ച് അവിടുന്ന് രൂപം ധരിക്കുന്നു, അതായത് സകളനായിട്ട് തീരുന്നു. സകളൻ എന്ന് പറഞ്ഞാൽ കൃഷ്ണാവതാരം ഒഴിച്ചുള്ള മത്സ്യകൂർമ്മ വരാഹാദികളായ അംശാവതാരങ്ങൾക്ക് പറയുന്ന പേരാണ് സകളൻ. നിർവ്യാപാരോപി നിഷ്കാരണമജപജസേ യത്ക്രിയാമീക്ഷണാഖ്യാം തേനൈവോദേതിലീന പ്രകൃതിരസതി കൽപ്പാഭികൽപ്പാദികാലേ തസ്യാ സംശുദ്ധമംശം കമപിതമതിരോധായകം സത്വരൂപം സത്വം ധൃത്വാ ദദാസി സമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഇനി 2 ശ്ലോകങ്ങളും വായിച്ച് പഠിക്കുവാൻ പാകത്തിന് വായിച്ചു തരാം. ഞാൻ ആദ്യം വായിക്കും. അല്പസമയം മിണ്ടാതിരിക്കുന്നത് നിങ്ങൾക്ക് വായിക്കുവാൻ വേണ്ടിയിട്ടാണ്. 4-ാമത്തെ ശ്ലോകം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ. വായിച്ചു. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. നിർലീനാനേകയല്ല, നിർലീനാനേക. അവിടെ ആ നാ നീട്ടിയെടുക്കുമ്പോൾ ആ ഉച്ചാരണം വരും. നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദ പീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. കല്ലോലോല്ലാസതുല്യം കുറേ പ്രാവശ്യം പറയണം, അവിടെ തെറ്റാൻ സാധ്യതയുണ്ട്. കല്ലോലോല്ലാസതുല്യം, കല്ലോലോല്ലാസതുല്യം 10 പ്രാവശ്യം പറയുക. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചത്വൽക്കരാസ്വേവ ഭൂമൻ. കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചത്വൽക്കരാസ്വേവ ഭൂമൻ. ചില പുസ്തകത്തിൽ സകല എന്നായിരിക്കും, അത് സംസ്കൃത ലിപിയാണ്. സകള ള ആണ് നമ്മൾ ഉച്ചരിക്കാറ്. കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചത്വൽക്കലാസ്വേവ ഭൂമൻ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വചത്വൽക്കലാസ്വേവ ഭൂമൻ. അഞ്ചാമത്തെ ശ്ലോകം നോക്കാം.
നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം. നിർവ്യാപാരോപി നിർവ്യാപാരോപി 10 പ്രാവശ്യം പറയുക. നിഷ്കാരണമജ നിഷ്കാരണം അജ, അവിടെ 0 മാറ്റിക്കളഞ്ഞാൽ മജ്ജ എന്നാകും കൂട്ടി വായിക്കുമ്പോൾ. നിഷ്കാരണമജ ഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം. ക്രിയാം ഈക്ഷണാഖ്യാം അത് കൂട്ടി വായിക്കുമ്പം ക്രിയാമി മീ ഈ എന്നുള്ളടത്ത് അവിടെ മീ എന്നുള്ള ഉച്ചാരണം വരും. യത്ക്രിയാമീക്ഷണാഖ്യാം നമ്മൾ വായിക്കുമ്പം കൂട്ടി വായിച്ച് പോവുക. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം. തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. തേനൈവോദേതി 10 പ്രാവശ്യം പറഞ്ഞു പഠിക്കുക. പ്രകൃതിർ അസതി കൂട്ടി വായിക്കുമ്പോഴാണ് പ്രകൃതിരസതി കൽപ്പാപി. കൽപ്പാപി ആദ്യത്തേൽ കൽപ്പാപി, അടുത്തതിൽ കൽപ്പാതി. കൽപ്പാതി കൽപ്പത്തിൻ്റെ തുടക്കത്തിൽ എന്നുള്ള അർത്ഥത്തിൽ കൽപ്പാദികാലെ, കൽപ്പ ആദികാലെ, കൽപ്പാദികാലെ. തേനൈവോദേതി ലീന പ്രകൃതി തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം. തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപിതമധിരോദായകം സത്വരൂപം. തസ്യാ സംശുദ്ധമംശം കമപിതമധിരോദായകം സത്വരൂപം. സാ ത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. ഉച്ചാരണം ശ്രദ്ധിക്കണം. സാ ത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. തസ്യാ സംശുദ്ധമംശം കമപിതമധിരോദായകം സത്വരൂപം. സാ ത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. മൂന്നും നാലും ശ്ലോകങ്ങൾ മുഴുവനായിട്ട് വായിച്ചു തരാം. നിഷ്കമ്പേ നിത്യപൂർണേ നിരവധി പരമാനന്ദപീയൂഷരൂപേ നിർലീനാനേകമുക്താവലി സുഭഗതമേ നിർമ്മല ബ്രഹ്മസിന്ധൗ. കല്ലോലോല്ലാസതുല്യം ഖലു വിമലതരം സത്വമാഹുസ്തദാത്മാ. കസ്മാന്നോ നിഷ്കളസ്ത്വം സകള ഇതി വജത്വൽക്കലാസ്വേവ ഭൂമൻ. നിർവ്യാപാരോപി നിഷ്കാരണമജഭജസേ യത്ക്രിയാമീക്ഷണാഖ്യാം. തേനൈവോദേതി ലീന പ്രകൃതിരസതി കൽപ്പാപി കൽപ്പാദികാലേ. തസ്യാ സംശുദ്ധമംശം കമപിതമധിരോദായകം സത്വരൂപം. സാ ത്വം ധൃത്വാ ദദാസി സ്വമഹിമ വിഭവാകുണ്ഠ വൈകുണ്ഠരൂപം. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത്
കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്താം ന്യായേന മാർഗേണ മഹീം മഹേശാം. ഗോബ്രാഹ്മണേഭ്യഃ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.